ഒരു നാടിൻ്റെ വളർച്ചയുടെ കേന്ദ്രമായി, ഒരു ജനതയുടെ ഉയർച്ചയുടെ കേദാരമായി കറുകുറ്റി സെയിൻറ്റ് സേവ്യർ ഫൊറോന ചർച്ച് 1829 10 വീട്ടുകാരായി തുടങ്ങിയ ഈ ദേവാലയം ഇന്ന് വിശ്വാസനിബിഡമായ ഒരു പറ്റം സമൂഹത്തെ വാർത്തെടുത്തു. കടന്നുവന്ന വിശ്വാസതീഷ്ണമായ പാതകളിൽ ത്യാഗോജ്ജലമായ മുന്നേറ്റം കൊണ്ട് ഇന്ന് കറുകുറ്റി സെന്റ് സേവ്യർ ചർച്ച് ഫൊറോനയായി വിശ്വാസ സമൂഹത്തിൻ്റെ നെറുകയിൽ ഉദിച്ചുയർന്ന് നിലകൊള്ളുന്നു. ഈ ഇടവകയിലെ വിമൺ വെൽഫെയർ സർവീസസ് സംഘടന സ്ഥാപിതമായത് 1975 ജനുവരി 5-ാം തീയതിയാണ്. ഇന്ന് ഈ ഇടവകയിലെ ഏറ്റവും ശക്തമായ സംഘടനാ സാന്നിധ്യമായി ഇത് മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനാർഹമായ ഒന്നാണ്. സ്ത്രീ ശാക്തീകരണവും ആത്മീയ വളർച്ചയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഈ സംഘടനയിൽ ഇന്ന് 100ഓളം സ്ത്രീകൾ സജീവമായി പ്രവർത്തിക്കുന്നു. ആത്മീയവും ഭൗതികവുമായ അറിവ് സ്ത്രീകൾക്ക് പകർന്നു നൽകുക എന്ന ഉത്തരവാദിത്തം ഈ സംഘടനയിലൂടെ നൽകുന്നു. അതിനായിട്ട് എല്ലാ മാസയോഗങ്ങളിലും ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ആനുകാലിക പ്രസക്തങ്ങളായ ഓരോ വിഷയങ്ങളെക്കുറിച്ച് സന്ദേശം നൽകുന്നു. അതുപോലെ തന്നെ ഇടവകയിലെ എല്ലാ സ്ത്രീകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വാർഷിക സെമിനാറുകൾ സംഘടിപ്പിക്കാറുണ്ട്. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരാകുവിൻ എന്ന യേശുനാഥൻ്റെ തിരുവചനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സംഘടനാംഗങ്ങൾ തങ്ങൾക്കാവുന്ന വിധത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. കറുകുറ്റി ഇടവകയിൽ ഇപ്പോൾ 1100ഓളം കുടുംബങ്ങളും വികാരിയച്ഛനും ഒരു കൊച്ചച്ഛനുമാണ് ഉള്ളത്. ഏകദേശം 40ഓളം കുടുംബങ്ങളെ തിരിച്ച് 27 യൂണിറ്റുകളിലായിട്ടാണ് കുടുംബ യൂണിറ്റുകളുടെ പ്രവർത്തനം ഇപ്പോൾ നടന്നു വരുന്നത്. വളരെ ശക്തമായ രീതിയിൽ തന്നെ യൂണിറ്റുകളുടെ പ്രവർത്തനം നടത്തി വരുന്നു. കേന്ദ്ര സമിതിയുടെ ചെയർമാൻ വികാരിയച്ഛനാണ്. ഓരോ യൂണിറ്റിലും 7 ഭാരവാഹികൾ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ, 3 കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 7 ഭാരവാഹികൾ അടങ്ങുന്ന ഒരു യൂണിറ്റിലെ ഭാരവാഹികൾ. അങ്ങനെ 27 യൂണിറ്റിലെ 189 ഭാരവാഹികളിൽ നിന്നാണ് വൈസ് ചെയർമാൻ, സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ, 4 കമ്മിറ്റി അംഗങ്ങൾ എന്നിങ്ങനെ 8 ഭരണസമിതി അംഗങ്ങളും ചെയർമാൻ ഉൾപ്പെടുന്ന 9 അംഗ ഭരണസമിതിയാണ് കേന്ദ്ര സമിതിയുടെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. മാസത്തിലെ ആദ്യത്തെ 14 ദിവസങ്ങളിൽ എല്ലാ യൂണിറ്റുകളുടെയും മീറ്റിങ്ങുകൾ, ഒരു ദിവസം 2 യൂണിറ്റ് മീറ്റിങ്ങുകൾ എന്ന ക്രമത്തിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ അല്ലെങ്കിൽ കൊച്ചച്ഛൻ്റെ അതുപോലെ കേന്ദ്ര സമിതി അംഗങ്ങളുടെ സിസ്റ്റേഴ്സ് ആയിട്ടുള്ള ആനിമേറ്റേഴ്സ് ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ യൂണിറ്റ് മീറ്റിങ്ങുകൾ നടത്തി വരുന്നു. യൂണിറ്റ് മീറ്റിങ്ങിൽ പ്രാർത്ഥന, വചനവിചിന്തനം, പൊതുവായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ, കലാപരിപാടികൾ, അതുപോലെ ഇടവക ജനത്തിൻ്റെ വിശ്വാസം ആഴപ്പെടുത്തുന്നതിനും യേശുക്രിസ്തുവിൽ കൂടുതൽ ആശ്രയിച്ച് വളരുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സമിതി നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇടവകയിൽ ബൈബിളിലെ പുതിയ നിയമം പകർത്തി എഴുതുന്ന ഒരു മത്സരം നടത്തി വരുന്നുണ്ട്. ഏകദേശം 230 പേര് ആ മത്സരത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. മത്സരം പുതിയ നിയമം പകർത്തി എഴുതി ഏറ്റവും ആദ്യം ഇടവകയിൽ തിരിച്ചേൽപ്പിക്കുന്ന വ്യക്തിക്ക് 1ാം സമ്മാനം, അതുപോലെ മറ്റ് അനവധി സമ്മാനങ്ങളും കൊടുത്തുകൊണ്ടാണ് ഈ മത്സരം നടത്തി വരുന്നത്. വളരെ താല്പര്യപൂർവമായ ഒരു സമീപനമാണ് ഇടവകയിലെ ജനങ്ങൾക്ക് അതിലുള്ളത്. യേശുവിൽ ആശ്രയിക്കുവാനും വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും വചനം അറിയുവാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഈ ഇടവകയിൽ നടത്തി വരുന്നത്. അതുപോലെ തന്നെ ഇടവകയിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം കേന്ദ്ര സമിതി, അതുപോലെ തന്നെ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ വികാരിയച്ഛനോടും മറ്റു ഭക്തസംഘടനാ ഭാരവാഹികളോടും അതുപോലെ കൈക്കാരന്മാരോടൊക്കെ ചേർന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇടവകയിൽ നടത്തി വരുന്നത്. വളരെ നല്ല രീതിയിൽ
ശക്തമായ രീതിയിൽ തന്നെ ഇടവക ജനത്തിൻ്റെ ഉദ്ധാരണത്തിനും അതുപോലെ തന്നെ വളർന്നു വരുന്ന മക്കളുടെ നല്ല ഭാവിക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയുമാണ് കുടുംബ യൂണിറ്റ് കേന്ദ്ര സമിതിയുടെ പ്രവർത്തനങ്ങൾ ഈ ഇടവകയിൽ ഉള്ളത്. കേരള അൽമായരുടെ ഇടയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ കൂട്ടായ്മയാണ് മൂന്നാം സഭ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ്കൻ അൽമായ സഭ. 1964 കറുകുറ്റിയിൽ ഈ സഭ സ്ഥാപിതമായത്. ഈ സഭയിൽ 49 അംഗങ്ങൾ സജീവ പ്രവർത്തകരാണ്. എല്ലാ വ്യാഴാഴ്ചയും ദിവ്യബലിക്ക് ശേഷം സംഘാംഗങ്ങൾ പള്ളി അങ്കണത്തിൽ ഒരുമിച്ച് കൂടി പള്ളി പരിസരങ്ങൾ വൃത്തിയാക്കുകയും ശുചിമുറികൾ കഴുകുകയും ചെയ്യുന്നു. ഒക്ടോബർ 4-ാം തീയതിയാണ് ഫ്രാൻസിസ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. അതിനു മുമ്പ് സഭാ അംഗങ്ങൾ ഇടവയുടെ 4 ചുറ്റിനും നടന്ന് ഭിക്ഷാടനം നടത്തുകയും അതുപോലെ തന്നെ സഭാ അംഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വേദനകളും യാതനകളും അതുപോലെ രോഗമായിട്ട് കിടക്കുന്ന മക്കളെ സന്ദർശിച്ച് പ്രാർത്ഥന വേണ്ടവർക്കും പ്രാർത്ഥനയും സേവനം വേണ്ടവർക്ക് സേവനവും ചെയ്തു കൊടുക്കുന്നു. ഉയരവനേരിപ്പിടം പുകീച്ചേകതിത്തിത്തെ വച്ചിത് മനദിന മക്കളെ മനദിന മരണ വഴിക്ക് നടപ്പവരെ തിത്തി തകതക തിത്തി തകതക തിത്തി തകതക തിത്തിത്തെ നന്മവരും വക പല വഴിയൊരു നന്നായി മണക്കുവൽപ്പലം ചെയ്തേ തിത്തി തകതക തിത്തി തകതക തിത്തി തകതക തിത്തിത്തെ തിത്തത്തകു തിത്തികതാം തികതക തകു തിത്തികതാം തിത്തത്താം തികതത്താം തേതീതത്താതത്താതമൃതത്തേ. ഇമ്പമാർന്ന നല്ല ഇരടികൾ, ചടുലമായ ചുവടുകൾ, 1-ാം സമ്മാനത്തിന് അർഹിക്കപ്പെട്ട മാർഗംകളി. കറുകുറ്റിയുടെ അഭിമാന താരകങ്ങൾക്ക് എൻ്റെ സ്നേഹോഷ്മളമായ അഭിനന്ദനങ്ങൾ. ഈശോയ്ക്ക് സ്തുതി തന്ന ആ പൊക്കം കുറഞ്ഞ വിശുദ്ധൻ ആരാ? അതാണ് ചുങ്കക്കാരനായ സക്കേവൂസ്. എന്നെ കാണണമെന്ന അതിയായ ആഗ്രഹത്താൽ സിക്കേമൂർ മരത്തിൽ കയറി രക്ഷ പ്രാപിച്ച സക്കേവൂസ്. സക്കേവൂസ് ആയിരുന്നോ? ഈശോയെ, ഈ സക്കേവൂസിന്റെ കഥയുണ്ടല്ലോ. ഞങ്ങളുടെ ഇടവകയിലെ ചേട്ടന്മാരെ വാർഷികത്തിന് വളരെ പുതുമയാർന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈശോ അത് കാണണം. ഈശോയെ, വേഗം ചുരുളി നിവർത്ത്. റോമൻ അധികാര പ്രവിശ്യയിൽപ്പെട്ട എല്ലാ യഹൂദരും ചുങ്കം കൃത്യമായി നൽകുക. അല്ലാത്ത പക്ഷം കടുത്ത ശിക്ഷാ നടപടികൾക്ക് നിങ്ങൾ വിധേയരാകേണ്ടി വരും. ഇത് സീസറിന്റെ കൽപ്പന. യേശു എവിടെ? ഈ ജനങ്ങളെല്ലാം എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? ജനങ്ങളെല്ലാം അവന്റെ പിന്നാലെയാണല്ലോ. ദേവാലയ ശുദ്ധീകരണം വഴി നമ്മുടെ പ്രീതി സമ്പാദിച്ചവനാണവൻ. ദിനംപ്രതി ഇവന്റെ ജനസമ്മതി വർദ്ധിച്ചാൽ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലങ്ങളെയും ജനത്തെയും നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. സാപത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും പാപികളോടൊത്ത് ഭക്ഷണം കഴിച്ചും ഇവൻ പൂർവികരുടെ പാരമ്പര്യം തെറ്റിക്കുന്നു. ജനങ്ങളെ വഴിതെറ്റിച്ച് ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്ന ഇവനെ കൊല്ലുക തന്നെ വേണം. അല്ലയോ ഗാമൻ, ഇന്നത്തെ ചുങ്കപ്പിരിവും കഴിഞ്ഞ് നമ്മുടെ യജമാനൻ സക്കേവൂസിന്റെ ഭൃത്യൻ ഈ മത്താത്തത എത്തിയിരിക്കുന്നു. അല്ല, നിങ്ങൾ 3 പേരല്ലേ ഇന്ന് ചുങ്കം പിരിക്കാൻ പോയത്? ബാക്കി 2 പേർ മെൽക്കിയും എന്നെയും എവിടെ? ഗാദിലെ ഏലിയാകിന് ചുങ്കം തരാൻ വലിയ വിഷമം. ഈയിടെയായി ചുങ്കം തരുന്നതിൽ അവൻ വലിയ മടി കാണിക്കുന്നു. മെൽക്കിയും എന്നെയും യജമാനുള്ള സമ്മാനവുമായി ഉടനെ എത്തും. മത്താത്ത്, എന്ത് സമ്മാനം? അതൊക്കെ വഴിയെ പറയാം.
ആട്ടെ, യജമാനൻ എന്തേ? മത്താത്ത്, ഇന്നത്തെ ചുങ്കം പിരിവ് വളരെ മോശമാണ്. യജമാനൻ ഭയങ്കര ദേഷ്യത്തിലാ. എനിക്ക് കണക്കേൽപ്പിക്കാനുള്ളതാണ്. നിന്നെ പോലുള്ള മല്ലന്മാരുണ്ടായിരുന്നിട്ടും ചുങ്കം കൃത്യമായി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ വിഷമിക്കാതെ ഗാമൻ, നമ്മുടെ യജമാനനുള്ള സമ്മാനവുമായി മെൽക്കിയും എന്നെയും എത്തിപ്പോയി. ചുങ്കം നീ കൃത്യമായി നൽകിയിരുന്നുവെങ്കിൽ നിനക്ക് ഈ ഗതി വരുമായിരുന്നോ ഏലിയാഹേ? അപ്പോൾ ഇവന്റെ ഈ കൈകൾ ഇങ്ങനെ കൂട്ടിക്കെട്ടാൻ പറ്റുമോ? ഉപയോഗമില്ലാതിരുന്ന ഈ ചാട്ടയ്ക്ക് മടി വരും. യജമാനൻ വന്നാൽ നിന്റെ കാര്യം പോക്ക. അദ്ദേഹം ഉടനെ വരും നിന്റെ വിധി എഴുതാൻ. നിർത്തൂ. നാണയത്തൊട്ടുകൾ കിലുങ്ങുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ലേ? യജമാനൻ നിങ്ങൾ എത്തിക്കഴിഞ്ഞു. എന്താ 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 ഞാൻ ഈ കാണുന്നേ? യജമാനൻ, ഇവന് ചുങ്കം തരാൻ വലിയ പ്രയാസം. എന്നാ പിന്നെ ഇവന്റെ പ്രയാസം ഒന്ന് മാറ്റാമെന്ന് കരുതി. എന്താ ഈ പറയുന്നേ? നീ വിഷമിക്കണ്ട. ഇവന്മാര് വെറുതെ. നിങ്ങള് ഈ പാവത്തിന്റെ കെട്ടുകളൊന്ന് അഴിച്ചേ. എന്താ എന്താ നിന്റെ പേര്? ദേശം എന്താ എന്താ എന്റെ പേര്? എനിക്കറിയാം യജമാനനെ. എന്നാലും പറയൂ, ഇവന്മാരൊക്കെ ഒന്ന് കേൾക്കട്ടെ. ജെറിക്കോയിലെ ചുങ്കക്കാരൻ സക്യൂസ്. അപ്പോ അറിയാം നിനക്കല്ലേ, ഞാൻ ജെറിക്കോയിലെ ചുങ്കക്കാരൻ സക്യൂസ് ആണെന്നും റോമൻ സാമ്രാജ്യത്തിനു വേണ്ടി ചുങ്കം പിരിക്കാൻ അധികാരമുള്ള പാർശ്വവർത്തിയായ പാവം പലിശക്കാരനാണെന്ന് നിനക്കറിയാലോ. പിന്നെ എന്തുകൊണ്ടാ നീ എനിക്കുള്ള ചുങ്കം തരാതിരിക്കുന്നത്? കിട്ടുന്നതിന്റെ 10 ദേവാലയത്തിന് കൊടുക്കണം. രാജാവായ സീസറിനുള്ള വീതം വേറെ, സിനഗോഗിനുള്ള വക മറ്റൊന്നും, പിന്നെ അങ്ങേക്ക് നൽകാനുള്ള ചുങ്കം കൂടി മാറ്റിവെച്ചാൽ കിട്ടുന്നതിന്റെ 3/4 ഭാഗവും തീരുകയാണ്. നിത്യച്ചെലവിനുള്ള പണം കണ്ടെത്താൻ പോലും പലപ്പോഴും ഞാൻ ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് എനിക്ക് കുറച്ചുകൂടി സാവകാശം തരണം. ആണോ? എങ്കിൽ ഇന്ന് മുതൽ നീ എനിക്ക് ചുങ്കം തരണ്ട യജമാനനെ. പകരം നീയും നിന്റെ കുടുംബം എനിക്ക് അടിമ. ഇവനെ വേഗം നമ്മുടെ അടിമക്കളത്തിലേക്ക് കൊണ്ടുപോകൂ. പ്രഭു, ഈയിടെയായി ആരും തന്നെ ചുങ്കം കൃത്യമായി തരുന്നില്ല. മിക്കപ്പോഴും കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുകയാണ് പതിവ്. ജനങ്ങളുടെ ഭയത്തിന് എന്തോ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നു. എന്താണ് അതിന് കാരണം? എനിക്കതറിയണം. ഈ യൂദാ തെരുവീഥികളിൽ ഒരു ദിവ്യപുരുഷൻ ഉദയം ചെയ്തിരിക്കുന്നു. എല്ലാവരും അവന്റെ പിന്നാലെയാണ്. ആരാണ് ആ ദിവ്യപുരുഷൻ? എന്താണ് അവൻ ഇത്ര പ്രത്യേകത? യേശു എന്നാണ് അവന്റെ പേര്. ഞാൻ ഒരിക്കൽ അവനെ കണ്ടിരുന്നു, ഒലിവുമലയിൽ വെച്ച്. മതി, കിട്ടുവാനുള്ള ചുങ്കം ഉടനെ പിരിച്ചെടുക്ക്. നേരം ഇരുട്ടുന്നതിന് മുമ്പ് എനിക്കെന്റെ ചുങ്കം കിട്ടിയിരിക്കണം. പ്രഭു. ഗബാനിയേൽ പ്രഭു. ഗബാനിയേൽ, ആരാ ഈ യേശു? കാതോർത്താൽ എവിടെയും യേശു 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 എന്നാണല്ലോ കേൾക്കുന്നത്. കുറച്ചു മുമ്പ് മത്താത്തിനോട് ഞാൻ ദേഷ്യപ്പെട്ടു. അവൻ പോയതിന് ശേഷം എന്റെ ചിന്തകളിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത യേശു കടന്നു വന്നിരിക്കുന്നു.
യജമാനൻ, പേടിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ഇത് പറയാതിരുന്നത്. മത്താത്ത് പറഞ്ഞത് സത്യമാണ്. ഞങ്ങളും കണ്ടിട്ടുണ്ട് യേശുവെന്ന ആ നല്ല മനുഷ്യനെ, അവൻ്റെ അത്ഭുത സിദ്ധികളെ. അന്ധർ കാഴ്ച നേടുന്നു, കുഷ്ഠരോഗികൾ സുഖം പ്രാപിക്കുന്നു, തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടക്കുന്നു, മരിച്ചവർ വീണ്ടും ജീവിക്കുന്നു. എന്തിനധികം പറയുന്നു, ചുങ്കക്കാരെയും പാപികളെയും കൂടെ കൂട്ടി അവരെ നല്ല മനുഷ്യരാക്കി മാറ്റുന്നു. യജമാനൻ, അവന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ചിലപ്പോൾ ഇരുതല വാളിനേക്കാൾ മൂർച്ചയും. സത്യമായും അവൻ മിശിഹ തന്നെ. ചുങ്കക്കാരൻ സക്കൈക്കൊരു നാൾ യേശുവിനെ കാണാൻ മോഹം. ചുങ്കക്കാരൻ സക്കൈക്കൊരു നാൾ യേശുവിനെ കാണാൻ മോഹം. ഉള്ളിലുദിച്ചു മോഹമുള്ളിലുദിച്ചു, അറിയാതറിയാതാശ വളർന്നു, അറിയാതറിയാതാശ വളർന്നു. ചുങ്കക്കാരൻ സക്കൈക്കൊരു നാൾ യേശുവിനെ കാണാൻ മോഹം. ഒരുവരനെ കാണുവാൻ സക്കൈ പോയി, വലിയൊരു ജനാവലിയെ കണ്ടത്ഭുതമായി. ഗുരുവരനെ കാണുവാൻ സക്കൈ പോയി, അവരുടെ ഇടയിൽ കുറിയവനായ സക്കേവൂസിൻ ആശ നിഷ്ഫലമായി, ആശ നിഷ്ഫലമായി. ചിന്തിച്ചു സക്കേവൂസ്, എന്തു ഞാൻ ചെയ്യും ഗുരുവിനെ ഒരു മാത്ര കണ്ടിടുവാൻ. ആശയം കിട്ടിയ സക്കേവൂസ് അതിമോദാൽ അതിവേഗമോടിയ മരമേറിടുവാൻ. പാത്തും പതുങ്ങിയും പച്ചിലത്തലപ്പുകൾക്കിടയിൽ സക്കേവൂസ് മറഞ്ഞിരുന്നു. സിക്കമൂർ മരമതിൻ ചോട്ടിലെത്തി നാഥൻ സക്കേവൂസിനെ വിളിച്ചിറക്കി. തൻ ഭവനത്തിൽ ഗുരുവിനായതിമോദാൽ സക്കേവൂസ് അന്നാളിൽ വിരുന്നൊരുക്കി. ഏറെ പ്രമാണികൾക്കിടയിൽ നിന്നതാ ഏറെ മോദത്തോടെ സക്കൈ ചൊല്ലി. എന്ധനമിന്നിതാ പതിതർക്കു നൽകുവാൻ എൻ മനം കൊതിയോടെ ദാഹിക്കുന്നു. ഒരുപാട് വഞ്ചിച്ചു നേടിയെന്നാകിലും എല്ലാം ദാനമായി നൽകുന്നിതാ. നിറമനസോടെ നാഥൻ മൊഴിഞ്ഞു, ഈ ഭവനം ഇന്നു രക്ഷ നേടി. നിറമനസോടെ നാഥൻ മൊഴിഞ്ഞു, ഈ ഭവനം ഇന്നു രക്ഷ നേടി.
പരിശുദ്ധ മറിയമേ, പരിപൂർണമായും ഞാൻ നിന്റേതാകുന്നു. പരിശുദ്ധ മറിയമേ, പരിപൂർണമായും ഞാൻ നിന്റേതാകുന്നു. പരിശുദ്ധ മറിയമേ, പരിപൂർണമായും ഞാൻ നിന്റേതാകുന്നു. ഈശോയെ, അതാരാ പ്രാർത്ഥിക്കുന്നേ? തിരുസഭയുടെ 264 മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമന്റെ പ്രാർത്ഥനയാണ് നിങ്ങൾ കേൾക്കുന്നത്. ആര്? ജോൺ പോൾ പാപ്പയോ? വിശുദ്ധ ജോൺ പോൾ പാപ്പയുടെ സ്വരമാണോ ഞങ്ങൾ ഈ കേൾക്കുന്നേ? അതെ, പരിശുദ്ധ അമ്മയുടെ തികഞ്ഞ ഭക്തനും ദാസനുമായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. പരിശുദ്ധ മറിയമേ, പരിപൂർണമായും ഞാൻ നിന്റേതാകുന്നു. ജപമാല കഴുത്തിലണിയുമ്പോൾ ആഭരണവും കയ്യിലെടുക്കുമ്പോൾ ആയുധവുമാക്കിയ പാപ്പ. പരിശുദ്ധ അമ്മയിലൂടെ ത്രിയേക ദൈവത്തിന്റെ കൃപാവരത്താൽ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത നിങ്ങളുടെ സ്വന്തം മാർപ്പാപ്പ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ. ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? കുഞ്ഞുമക്കളെ, നിങ്ങൾ പരിപൂർണമായും ഈശോയ്ക്ക് വിധേയപ്പെടുക. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുക. കൗദാശിക ജീവിതത്തിലൂടെ ജപമാല കയ്യിലേന്തി കൃപയിൽ നിറഞ്ഞ് നിങ്ങൾ വിശുദ്ധിയുടെ ഓരോ പടവുകളും കയറുക. തിരുസഭയ്ക്ക് വിശുദ്ധ ജോൺ പോൾ രണ്ടാമനെ പോലെ നല്ല പാപ്പായെ നൽകി ഈശോയ്ക്ക് ഞങ്ങളുടെ ഒത്തിരി ഒത്തിരി നന്ദി.